ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതുരാജിന്റെ വീട് നാട്ടുകാർ തല്ലി തകർത്തു. പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരെ മാറ്റി. സ്ഥലത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. YS അഭിനന്ദ് ചേരുകയാണ് ചേന്നമംഗലത്ത് നിന്ന്. അഭിനന്ദ്, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? പോലീസ് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഈ നാട്ടുകാർ പ്രകോപിതരാകാനുള്ള കാരണം ഈ കൊലപാതകം തന്നെയാണോ? പ്രവിത, പറവൂർ ചേന്ദമംഗലത്തെ കൂട്ടക്കൊലപാതകത്തിന് ശേഷം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രതിഷേധം അന്ന് തന്നെ രൂപപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഋതുരാജുവിന്റെ വീട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നാട്ടുകാരാണ് വീട് ആക്രമിക്കപ്പെട്ടത്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് ഇവിടെയുള്ള നാട്ടുകാർ ഇവിടെ പ്രതിഷേധവുമായി എത്തുകയും ഈ വീട് ആക്രമിക്കപ്പെടുന്ന സാഹചര്യം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. സിറ്റ് ഔട്ടിന്റെ മുൻവശമാണ് ഇപ്പോൾ തകർന്ന നിലയിൽ കണ്ടെത്തുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ വീടിന് മുന്നിലുള്ള ജനാലകളെല്ലാം തന്നെ തല്ലി തകർക്കുന്ന സാഹചര്യമുണ്ടായി. ഈ പറവൂർ നാടിനെ നടുക്കി ആകമാനമുള്ള ഈ കൂട്ടക്കൊലപാതകത്തിന് പിന്നാലെ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി തന്നെ എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടി പറവൂർ ചേന്ദമംഗലത്തെ വീട് മുഴുവനും ആക്രമിക്കുന്നത്. ഈ വീട്ടിന് ആ സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഋതുരാജുവിന്റെ അമ്മയും ഒപ്പം തന്നെ അച്ഛനും മറ്റൊരു ബന്ധു വീട്ടിലേക്ക് താമസം മാറി. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വലിയൊരു പ്രതിഷേധം ആ സമയത്ത്. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഒരുപാട് മൊഴികൾ അടക്കം രേഖപ്പെടുത്തുന്നതിന് അയൽവാസികളുടെയും നാട്ടുകാരുടെയും അടക്കം മൊഴികൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസ് അന്ന് തന്നെ ഇവിടെ നിൽക്കുകയായിരുന്നു. ഓരോരുത്തരെയായി മൊഴി രേഖപ്പെടുത്തുന്നതിന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. പിന്നീട് ഓരോരുത്തരെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുന്ന ഒരു നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 5:30 വടക്കേക്കര പോലീസ് ഇവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് മാറുന്നത്. ആ 5:30 നാട്ടുകാരിൽ ചിലർ അവരെത്തി ഋതുരാജുവിന്റെ ഈ വീട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വടക്കേക്കര പോലീസ് സംഭവ സ്ഥലത്ത് ഉടൻ തന്നെ എത്തി സ്ഥിതി ശാന്തമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ സ്ഥിതി ശാന്തമാണ്. 2 പേരെ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ ജനകീയ പ്രതിഷേധം അത് വലിയ രീതിയിൽ തന്നെ ആ സംഭവം സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഋതുരാജുവിനെ കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഇപ്പോൾ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. നാളെ ആയിരിക്കും ആ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുക. തെളിവെടുപ്പിനായി ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ ഋതുരാജിനെ ഒരിക്കലും വെറുതെ വിടില്ല, തങ്ങൾ അടിക്കുമെന്ന അടക്കമുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഈ കൊലപാതകത്തിന് ശേഷം ഇവിടേക്ക് എത്തുന്ന ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും ഒപ്പം തന്നെ പോലീസിലേക്കൊക്കെ എത്തുമ്പോൾ തന്നെ ആളുകൾ ഇവിടെ എത്തി ഒരുപാട് പ്രതിഷേധം അടക്കം രേഖപ്പെടുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിന്റെ ഒരു പ്രതിഷേധത്തിന്റെ ബാക്കി പത്രം അത് വലിയ ഒരു ജനരോഷമായി മാറുന്നു. ആ ജനരോഷം വീടിന് തകർക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇവിടെ ആ സമയത്ത് അമ്മയോ അച്ഛനോ മറ്റോ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സംഭവ സ്ഥലത്ത് ഇപ്പോൾ പോലീസുണ്ട്. 2 പോലീസുകാർ ആ സംഭവ ദിവസം മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. 3 പേരുടെ ആക്രമണത്തിലേക്കാണ്. ഈ നാട്ടുകാർ പല രീതിയിലുള്ള പരാതികളും പലപ്പോഴും ഈ ഋതുരാജുവിനെ സംബന്ധിച്ചിട്ട് നൽകിയിരുന്നു. പറവൂർ പോലീസിലടക്കം നൽകുന്ന സാഹചര്യം ഉണ്ട്. അതിനകത്തൊന്നും കൃത്യമായി ഇടപെടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവം ഉണ്ടായിരുന്ന വാർഡ് മെമ്പർ ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്? അറിയില്ല, ഞാനൊരു ഫംഗ്ഷൻ കഴിഞ്ഞ് വരെയായിരുന്നു. അപ്പോൾ ചാനലിൻ്റെ വാഹനം കണ്ടിട്ട് കയറിയതാണ്. അതിക്ക് മുൻപ് മൊബൈലിൽ കണ്ടായിരുന്നു പിന്നെ ഋതുവിൻ്റെ വീട് തല്ലി തകർത്തു എന്നുള്ളത്. പക്ഷേ പലരോട് വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞു. അന്ന് മുതൽ തന്നെ ഇവിടെ പോലീസൊക്കെ ഉണ്ടായി? ഉണ്ട്. അന്ന് ഈ ഒരു നാട്ടുകാരുടെ ഭാഗത്ത് അന്ന് തന്നെ കുറെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ അതല്ലെങ്കിലും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. തെളിവെടുപ്പിനൊക്കെ നാളെ ഇപ്പൊ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. അതിന് എന്താണ് ജനവികാരം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു മൃഗീയമായ ഒരു നാടിനെ നടുക്കിയ ഒരു സംഭവമാണല്ലോ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. അവരാണെങ്കിൽ ഒരു സാധു മനുഷ്യരായിരുന്നു. അതുതന്നെയാണ് പ്രവിത. ഋതു ജയനെ സംബന്ധിച്ചോളം നേരത്തെയും ഒരുപാട് തരത്തിലുള്ള പരാതികൾ പോലീസിനടക്കം പോയിട്ടുണ്ടായിരുന്നു. പിന്നത്തെ നടപടി ഉണ്ടാകാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവസാനം അത് കൂട്ടക്കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നു. ആ കൂട്ടക്കൊലപാതകത്തിൽ പ്രതിഷേധാത്മകമായ സ്വരം നാട്ടുകാരുടെ ഭാഗത്ത് അന്ന് തന്നെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വാർഡ് മെമ്പർ അടക്കം അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇനി തെളിവെടുപ്പിനായി എത്തുമ്പോൾ എന്താകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഋതു ജയൻ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ചോളം സൃഷ്ടിച്ചിരുന്നു. ആ നാട്ടുകാരുടെ ആ പ്രശ്നങ്ങൾ പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുന്നു. ആ കൊലപാതകത്തിലെ പ്രതിഷേധം അങ്ങനെ ഋതുവിന്റെ വീട്ടുകാർ നിലവിൽ എവിടെയാണുള്ളത്? ഋതു സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് നാട്ടുകാർ മുൻപ് തന്നെ പോലീസിൽ പരാതി നൽകിയതാണ്. മാത്രമല്ല, ഋതുവിന്റെ ഭാഗത്തു നിന്ന് സമാനമായ ഭീഷണി മുൻപും ഉണ്ടായിരുന്നു. അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇവർ പോലീസിൽ പരാതി നൽകിയതാണ്. ഈ കുടുംബം ഇപ്പോൾ എവിടെയാണ്?
പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം ദിവസം അന്ന് തന്നെയാണ് ഋതു ജയന്റെ കുടുംബം ഇവിടെ നിന്ന് മറ്റൊരു ബന്ധു വീട്ടിലേക്ക് മാറുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ സ്ഥിരമായ അന്വേഷണം പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പ്രതിഷേധം നേരത്തെ തന്നെ ഋതു ജയന് എതിരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വടക്കേക്കര പോലീസിലടക്കം ഋതു ജയന്റെ അമിതമായ മദ്യപാനം, ഒപ്പം തന്നെ വീട് കയറിയുള്ള ആക്രമണമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വടക്കേക്കര പോലീസിന് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. കൂട്ടക്കൊലപാതകത്തിന് ശേഷം പിന്നീട് ഋതു ജയന്റെ മാതാപിതാക്കൾ മറ്റൊരു ബന്ധു വീട്ടിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെ ഈ വീട് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അടച്ചു പൂട്ടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെയാണ് ഇന്ന് വൈകിട്ട് 5:30 ഇവിടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കവേ പോലീസ് മറ്റൊരു ആവശ്യത്തിനായിട്ട് ഇവിടെ നിന്ന് മാറുന്ന സമയത്താണ് നാട്ടുകാരിൽ ചിലർ ഇവിടെ എത്തുകയും ഈ വീട് ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പ്രവചനം എത്രത്തോളം വലിയൊരു ആക്രമണമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായതെന്ന്. ജനാലകളെല്ലാം അടിച്ചു തകർത്തു. സിറ്റ് ഔട്ടിന്റെ മുൻവശത്തുള്ള ബേസ്മെന്റ് സ്ലാബുകൾ അടക്കം ഇപ്പോൾ തകർന്നു കിടക്കുന്ന സാഹചര്യമാണ്. എന്തായാലും 2 പേരെയാണ് ഇപ്പോൾ നിലവിൽ വടക്കേക്കര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അവരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ആയിരിക്കും എറണാകുളം പറവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഋതു രാജുവിന് വേണ്ടിയിട്ടുള്ള ഋതു ജയന് വേണ്ടിയിട്ടുള്ള പോലീസ് എത്തിയത് എങ്ങനെയാണ്? കൂടുതൽ ആളുകൾ ഈ ആക്രമണത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ? കൂടുതൽ ആക്രമണത്തിലുണ്ടായിരുന്നു. കാരണം പല പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ജനരോഷം വലിയ തന്നെ കുറച്ച് ദിവസങ്ങൾ തന്നെ ഈ പറവൂരിലും ചേന്ദമംഗലത്തും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ പോലീസ് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയതാണ്. ആ കനത്ത സുരക്ഷയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഇവിടെ നിന്ന് രഹസ്യമൊഴി അടക്കമുള്ള പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള എല്ലാ നടപടികളും ഇതിനോടകം തന്നെ പുരോഗമിക്കുകയാണ്. ഇതിനോടകം തന്നെ പുരോഗമിക്കുന്ന സമയത്താണ് 5:30 ഈ ചേന്ദമംഗലത്ത് ഇവിടെ നിന്നും പോലീസുകാർ ഇവിടെ നിന്ന് മാറുന്ന സമയത്താണ് കുറച്ച് ആളുകൾ ഇവിടെ എത്തുന്ന പോലീസ് ഈ വീട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാലും 2 പേരിലേക്ക് എത്തിയത് ചില CCTV ദൃശ്യങ്ങളാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പിന്നീട് ഇവർ 2 പേരിലേക്ക് പോലീസ് എത്തിയത്. കൂടുതൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജനരോഷം അതങ്ങനെ കടുക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അത് വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവിത, ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതു ജയന്റെ വീട് നാട്ടുകാർ തല്ലി തകർത്തു. പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരെ മാറ്റിയെങ്കിലും സ്ഥലത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് YS അഭിനന്ദ് നൽകുന്ന വിവരം.